ഹലോ, നമസ്കാരം. പൊതുജനം കഴുതയല്ല എന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കാനും ജനങ്ങൾക്ക് ഓർക്കാനുമുള്ള ജനകീയ വാർത്താ നേരം. ജനകീയ വിഷയങ്ങൾ എന്നത്തെയും പോലെ ഇന്നുമുണ്ട് നിരവധി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ബി ദിലീപ് കുമാർ. ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പഠിക്കാൻ ഒരു പ്രത്യേക കമ്മീഷനെ നിയമിക്കുമെന്ന് ഇന്നലെ പുതിയ ബജറ്റിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. എന്താണ് ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ? ഏതൊക്കെയാകും പുതിയ ജില്ലകൾ? എന്താണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും? പരിശോധിക്കാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ജെ ബിന്ദുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മാറുമോ നാടിൻ്റെ ഭൂപടം? റവന്യൂ വകുപ്പിനായി 76.7 കോടി രൂപ വകയിരുത്തിയ പുതുക്കിയ ബജറ്റിലാണ് കേരളത്തിൽ പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയമിക്കുമെന്ന നിർണായക പ്രഖ്യാപനമുള്ളത്. കേരളത്തിന്റെ വികേന്ദ്രീകൃത ഭരണ സംവിധാനം കൂടുതൽ ശക്തമാക്കുക, ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുക എന്നിവയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 42 വർഷം മുമ്പാണ് അവസാനമായി ഒരു പുതിയ ജില്ല രൂപീകരിച്ചത്. 1984 മെയ് 24-നാണ് കണ്ണൂർ ജില്ലയെ വിഭജിച്ച് 14ാമത്തെ ജില്ലയായി കാസർഗോഡ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ പുതിയ താലൂക്കുകൾ പ്രഖ്യാപിച്ചത് 13 വർഷം മുമ്പ് 2013 മെയ്യിലായിരുന്നു. മഞ്ചേശ്വരം, വെള്ളരിക്കുണ്ട്, താമരശ്ശേരി, ഇരിട്ടി, കൊണ്ടോട്ടി, പട്ടാമ്പി, കോന്നി, കാട്ടാക്കട, വർക്കല, ചാലക്കുടി, ഇടുക്കി, പത്തനാപുരം തുടങ്ങി 12 താലൂക്കുകളാണ് പുതുതായി രൂപീകരിച്ചത്. പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ പല നിർദ്ദേശങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ജനസംഖ്യാ വർധനയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കണക്കിലെടുത്തായിരുന്നു ഈ പുതിയ ആവശ്യങ്ങൾ. പുതിയ സെൻസസ് വിവരങ്ങൾ പുറത്തുവന്ന ശേഷം ജനസംഖ്യാ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്തായിരിക്കും പുതിയ ജില്ലാ രൂപീകരണം സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. മലപ്പുറത്തെ തിരൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകൾ ചേർത്താണ് തിരൂർ ജില്ല ഇവർ ആവശ്യപ്പെടുന്നത്. മലപ്പുറത്തിന്റെ വികസന പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് ആവശ്യമുന്നയിക്കുന്നവർ പറയുന്നത്. മലപ്പുറം ജില്ല ശരിക്കും 3550 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നത് സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം. കാരണം 3 ജില്ലകൾക്ക് അനുവദിക്കുന്ന ഫണ്ട് ഒരു ജില്ലക്ക് കിട്ടുന്നത്ര മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഈ കാരണങ്ങളാൽ ജനസംഖ്യ, ഭൂവിസ്തൃതി, അതുപോലെ തന്നെ മറ്റു ജില്ലകളുള്ള താരതമ്യ പഠനം, അടിസ്ഥാനപരമായി ഈ 3 കാര്യങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ തന്നെ മലപ്പുറം ജില്ല എന്നോ വിഭജിക്കപ്പെടേണ്ടതാണ്. ജില്ല മാത്രം വിഭജിച്ചാൽ പോരാ, ജില്ലയോടനുബന്ധിച്ചിട്ട് നമ്മുടെ പുതിയ സംവിധാനങ്ങളൊക്കെ വരണം. വില്ലേജുകൾ, പഞ്ചായത്തുകൾ, അവിടെയൊക്കെ തന്നെ ഇപ്പോൾ ചില പഞ്ചായത്തുകളിലൊക്കെ ഒരു മുനിസിപ്പാലിറ്റിയേക്കാളിലും കൂടുതൽ ജനസംഖ്യയാണ്. അപ്പോൾ ഈ ആളോഹരി വരുമാനം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ സംവിധാനം ആകെ തകരാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ജില്ലയുടെ വിഭജനം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഈ പുതിയ ബജറ്റിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞത്. പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങൾ സംയോജിപ്പിച്ച് പെരിന്തൽമണ്ണ അല്ലെങ്കിൽ ഒറ്റപ്പാലം കേന്ദ്രമാക്കി വള്ളുവനാട് ജില്ല രൂപീകരിക്കണമെന്നാണ് മറ്റൊരു പ്രധാന ആവശ്യം. പാലക്കാട് വിഭജിച്ച് ഷൊർണൂർ ജില്ല എന്ന ആവശ്യവും നിലനിൽക്കുന്നു. എറണാകുളത്തെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം മണ്ഡലങ്ങളും പെരുമ്പാവൂരിന്റെ ഭാഗങ്ങളും ഇടുക്കിയിലെ ദേവികുളം, തൊടുപുഴ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ കേന്ദ്രമാക്കി പുതിയ ജില്ല വേണമെന്നത് ദീർഘകാലത്തെ ആവശ്യമാണ്. 40 വർഷം മുമ്പ് കെ കരുണാകരനും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഈ ബഡ്ജറ്റ് മൂവാറ്റുപുഴ ജില്ലാ ക്യാമ്പയിൻ കമ്മിറ്റിക്ക് ഏറെ പ്രതീക്ഷ നൽകുകയാണ്. ജില്ലയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ കമ്മീഷൻ വയ്ക്കുമ്പോൾ എന്തുകൊണ്ടും കഴിഞ്ഞ 5 പതിറ്റാണ്ടായി മൂവാറ്റുപുഴക്കാർ, കോതമംഗലക്കാരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും കോതമംഗലം, പെരുമ്പാവൂർ, പിറവം, മൂവാറ്റുപുഴ, തൊടുപുഴ ഏരിയ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂവാറ്റുപുഴ ഒരു ജില്ല അനിവാര്യമാണ്. മൂവാറ്റുപുഴക്കാർക്ക് ഏറെ ആശയായി സന്തോഷമായി നിൽക്കുകയാണ് അടുത്ത ജില്ല മൂവാറ്റുപുഴയായിരിക്കുമെന്നുള്ളത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞങ്ങൾ ഏറെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖലകളുടെ വികസനവും ഭരണ സൗകര്യവും മുൻനിർത്തി നെയ്യാറ്റിൻകര കേന്ദ്രമാക്കി പുതിയ ജില്ല വേണമെന്ന ആവശ്യവും ശക്തമാണ്.
കോഴിക്കോട് ജില്ലയിലെ വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര ഭാഗങ്ങൾ ചേർന്ന ജില്ലയ്ക്കായുള്ള നിവേദനവും സർക്കാരിന്റെ മുന്നിലുണ്ട്. ഈ കഴിഞ്ഞ 1984 ശേഷം നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ജില്ലകളൊന്നും രൂപപ്പെട്ടിട്ടില്ല. നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള തമിഴ്നാട്ടിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ കർണാടകത്തിലുമൊക്കെ ജില്ലകളുടെ എണ്ണം കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടായി ഏകദേശം ഇരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെ ഉണ്ടായപ്പോൾ കേരളം ഇന്നും 14 ജില്ലകളായിട്ട് നിലനിൽക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ജില്ലകൾ രൂപീകരിക്കാതെ നമ്മുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് നമ്മുടെ ജില്ലകൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന വികസന പ്രക്രിയയിൽ പങ്കാളികളാകുവാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ പുതിയ ജില്ലകൾ വരുന്നത് ഭരണപരമായും സാമൂഹികമായും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. ഭരണസൗകര്യവും വികേന്ദ്രീകരണവുമാണ് പ്രധാന ഗുണങ്ങൾ. വലിയ ജില്ലകളിലെ കളക്ടറേറ്റുകളിലും മറ്റ് പ്രധാന സർക്കാർ ഓഫീസുകളിലും എത്തുന്ന ജനങ്ങളുടെ തിരക്ക് ഇതോടെ കുറയും. ഉദ്യോഗസ്ഥർക്ക് ചെറിയ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പുതിയ ജില്ലാ ആസ്ഥാനങ്ങൾ വരുന്നതോടെ റോഡുകൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, വ്യവസായ സംരംഭങ്ങൾ എന്നിവ ആ പ്രദേശങ്ങളിലേക്ക് കടന്നുവരും. പിന്നാക്ക പ്രദേശങ്ങളുടെ വികസനത്തിന് ഇത് വേഗത കൂട്ടും. വലിയ ജില്ലകളുടെ അതിർത്തികളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജില്ലാ ആസ്ഥാനങ്ങളിലെത്താൻ മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. പുതിയ ജില്ലകൾ വരുന്നതോടെ ഈ ദൂരം കുറയും. പുതിയ സിവിൽ സ്റ്റേഷനുകൾ, പോലീസ് ആസ്ഥാനങ്ങൾ, കോടതികൾ എന്നിവ സ്ഥാപിക്കപ്പെടുമ്പോൾ ഒട്ടനവധി പുതിയ തസ്തികകളും തൊഴിലവസരവും സൃഷ്ടിക്കപ്പെടുമെന്നതാണ് മറ്റൊരു ഗുണം. അതേസമയം പുതിയ ജില്ലകൾ നിലവിൽ വരുന്നത് സംസ്ഥാനത്തിന് ചില പ്രതിസന്ധികളും സൃഷ്ടിച്ചേക്കാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് പുതിയ ജില്ലകളുണ്ടാക്കുന്ന ചെലവ് താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. പുതിയ കളക്ടറേറ്റുകൾ, അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ, ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്കായി കോടിക്കണക്കിന് രൂപ കണ്ടെത്തേണ്ടി വരും. ഇതിനു പുറമെ പുതിയ ജില്ലകൾ രൂപീകരിക്കുമ്പോൾ ഏതെല്ലാം താലൂക്കുകളും വില്ലേജുകളും ഉൾപ്പെടുത്തണം എന്നതിനെ ചൊല്ലി രാഷ്ട്രീയ പ്രാദേശിക തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഫയലുകളുടെ കൈമാറ്റം, ഉദ്യോഗസ്ഥ പുനഃക്രമീകരണം എന്നിവ തുടക്കത്തിൽ ഭരണരംഗത്ത് ചെറിയ അനിശ്ചിതത്വങ്ങൾക്ക് കാരണമായേക്കാം. ജനസംഖ്യാടിസ്ഥാനത്തിലും ഭൂപ്രകൃതി അനുസരിച്ചും ജില്ലകൾ പുനഃക്രമീകരിക്കുക എന്നത് ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ധനസ്ഥിതി കൂടി പരിഗണിച്ചേ ഇതിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബജറ്റിൽ പ്രഖ്യാപിച്ച കമ്മീഷന്റെ പഠന റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും കേരളത്തിന്റെ ഭൂപടത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് വ്യക്തമാവുക. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. പുതിയ ജില്ലകൾ വരട്ടെ. പുതിയ ജില്ലകൾ വരുമ്പോൾ അത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ സഹായമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ജില്ലാ ഭരണ കേന്ദ്രങ്ങൾ പലപ്പോഴും വളരെ ദൂരസ്ഥലങ്ങളിലുള്ളപ്പോൾ അത്തരം ആളുകൾക്ക് പ്രാദേശികമായി അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സഹായകമായ നിലയിലൊക്കെ ജില്ലകൾ വരട്ടെ. നേരത്തെ ജില്ലകൾ വിഭജിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു. അത് എത്രയോ വർഷം മുമ്പാണ് കണ്ണൂർ ജില്ല വിഭജിച്ച് കാസർഗോഡായത്. അതിനു മുമ്പ് കൊല്ലം ജില്ല വിഭജിച്ച് പത്തനംതിട്ടയായിട്ടുണ്ട്. അങ്ങനെ ഈ ജില്ലകളുടെ വിഭജനം മുമ്പൊക്കെ നടന്നതാണ്. അത് ഏതായാലും പല ജില്ലകളും വേണം എന്ന ആവശ്യം എത്രയോ വർഷമായി ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ആ വാർത്തയിൽ പറഞ്ഞതുപോലെ മറുവശത്ത് സർക്കാരിനുണ്ടാകുന്ന വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത അത് കാണാതിരിക്കുകയും ചെയ്യരുത്. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ബഷീർ TK പറയുന്നുണ്ട്, പുതിയ ജില്ല വരുന്നത് ജനങ്ങൾക്ക് നല്ലതല്ലേ, പിന്നെ എന്തിനാണ് ഒരു വിഭാഗം അതിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും പുതിയ ജില്ലകൾ വരട്ടെ എന്നാണ് ബഷീർ TK പറയുന്നത്. മോഹനൻ പിലാത്തറ പറയുന്നു, പുതിയ താലൂക്കുകളും ജില്ലകളും മാറുമ്പോൾ പൊതുജനങ്ങൾക്ക് പ്രത്യേക ഗുണങ്ങൾ വല്ലതുമുണ്ടോ? ജനപ്രതിനിധികൾ കൂടുന്നതല്ലാതെ എന്ത് ഗുണമാണുള്ളത് എന്ന് ചോദിക്കുകയാണ് മോഹനൻ പിലാത്തറ. അതുപോലെ നിരവധി പ്രേക്ഷകർ ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. മിനിബാബു പറയുന്നുണ്ട്, ജില്ല രൂപീകരിക്കുന്നതിൻ്റെ നേട്ടമെന്താ? ജനസംഖ്യ കൂടിയത് മാത്രം വികസിപ്പിച്ചാൽ പോരെ എന്ന ചോദ്യമാണ്. സദാശിവൻ പിള്ള പറയുന്നു, ഇഫ് എ ജിയോ ചേഞ്ച് കംസ് ഇൻ സിങ്ക് വിത്ത് ദ എന്യൂമറേഷൻ ഫേസസ് ഇറ്റ് ഈസ് ആൻ ആഡഡ് ബേർഡൻ ഫോർ ദ പീപ്പിൾ ആൻഡ് ദ എന്യൂമറേറ്റേഴ്സ് ആസ് വെൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് മറ്റൊരു വിശേഷത്തിലേക്ക് പോകാം. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഘടന പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. സർക്കാർ നടപടി അഴിമതിക്ക് വഴിയൊരുക്കലാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ലഹരിക്കെതിരെ വോരിയേഴ്സിനെ സൃഷ്ടിക്കുന്നവർ മദ്യത്തിൽ കാരിയേഴ്സിനെ സൃഷ്ടിക്കുന്നെന്ന വിമർശനവുമായി കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും രംഗത്തെത്തി. അതേസമയം
മുൻ സർക്കാരിനെ പോലെ മദ്യശാലകൾ തുറന്നുകൊടുത്തിട്ടില്ലെന്നും ഘട്ടം ഘട്ടമായി മദ്യ ഉപയോഗം കുറച്ചു വരികയാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മദ്യത്തിൽ പിഴച്ചോ? LDF സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിലെ ആദ്യത്തെ അമ്പ. അധികാരത്തിലിരുന്നപ്പോൾ LDFനെതിരെ ആരോപണം ഉന്നയിച്ച അതേ നാണയത്തിൽ തിരിച്ചു മറുപടി. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഘടന പ്രഖ്യാപിച്ച UDF സർക്കാരിന്റെ കന്നി ബജറ്റിലെ പ്രഖ്യാപനമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. 10% വരെ വീര്യമുള്ള മദ്യത്തിന്റെ നികുതി 120%, 10% മുതൽ 20% വരെ വീര്യമുള്ളവയുടെ വിൽപ്പന നികുതി 175%, കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനമാണ് അഴിമതിക്ക് വഴിവെച്ചത്. ഇതൊക്കെ കർണാടക മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയല്ലേ നികുതി കുറച്ചത്. ബാക്കി ആർക്ക് കിട്ടി, എത്ര കിട്ടി എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. നികുതി ഘടന കുറച്ചത് അഴിമതിക്ക് വഴിയൊരുക്കുന്ന നടപടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആവർത്തിച്ചു. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ VD സതീശൻ മംഗലാപുരത്ത് പോയത് എന്തിനെന്ന് വ്യക്തമാക്കുന്ന ബജറ്റെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിപ്പോ ആർക്കും ഡിസ്പ്ലേ തുടങ്ങി. വീര്യത്തിന്റെ, അതായത് ഈ സ്പിരിറ്റിന്റെ അളവ് കുറച്ച് വീര്യം കുറവാണെന്ന് പറഞ്ഞ് വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. അഴിമതി നടത്താനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. തുടങ്ങാൻ പോകുമ്പോൾ അതിന് സാധ്യതയുണ്ട്. UDF നയം മദ്യപരെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ളതാണെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. ലഹരികൾക്കെതിരെ വാരിയേഴ്സിനെ സൃഷ്ടിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമ്പോൾ മദ്യത്തിന്റെ കാര്യത്തിൽ കാരിയേഴ്സിനെയും അടിമകളെയും സൃഷ്ടിക്കാനുള്ള നയത്തിലേക്ക് കടക്കരുതെന്നും KCBC മുന്നറിയിപ്പ് നൽകി. മദ്യത്തിന്റെ നികുതി കുറച്ചത് തെറ്റായ സന്ദേശം നൽകുമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിക്കൽ പറഞ്ഞു. ലഹരി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ലഹരി തന്നെയാണ്. വീര്യം കുറഞ്ഞ ലഹരി നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക, സന്തോഷിക്കുക. പക്ഷെ അതും അപകടം തന്നെയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനത്തിന് അനുമതി നൽകാൻ തീരുമാനിച്ചത് LDF സർക്കാരാണെന്നാണ് സർക്കാരിന്റെ മറുപടി. കേരളത്തിലെ LDF സർക്കാർ ഇവിടെ കൊണ്ടുവന്ന മദ്യത്തിന് നികുതി ഘടന നിശ്ചയിക്കുകയാണ് പുതിയ ബജറ്റിൽ വന്നിരിക്കുന്നത്. അത് ഒരു ധനകാര്യ തീരുമാനമാണ്. ഇവിടെ വിൽപ്പന നടത്തണോ എന്നുള്ളത് ഒരു നയപരമായ തീരുമാനമാണ്. അതേസമയം UDF സർക്കാർ ഘട്ടം ഘട്ടമായി മദ്യോപയോഗം കുറച്ചു വരികയാണെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതിരോധം. ഞങ്ങളുടെ നയം ഞാൻ പറഞ്ഞു, ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ഉപയോഗവും വിതരണവും കുറച്ചുകൊണ്ട് വരിക. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രാജ്യത്തെ മുഴുവൻ ബാറുകളും പൂട്ടിയതല്ലേ? എന്താ സംഭവിച്ചത്? സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. മതസംഘടനകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ മറുപടി പറയാൻ UDF വിയർക്കും. ന്യൂസ് ഡെസ്ക് 24. നിരവധി പ്രേക്ഷകരാണ് ഈ നുരയുന്ന വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. തോമസ് മാത്യു പറയുന്നു, വീര്യം കുറഞ്ഞ മദ്യം ഇറക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ സർക്കാരാണെന്ന്. നിസാം കൊല്ലം പറയുന്നു, ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ 37 ബാറുകളുള്ള കേരളത്തിൽ LDF സർക്കാർ 10 വർഷം കൊണ്ട് ഏതാണ്ട് 988 ബാറുകൾ കൊണ്ടുവന്നു. ഇവരാണോ ഇതിനെതിരെ പറയാൻ യോഗ്യതയുള്ളവർ എന്നാണ് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട NSG പറയുന്നുണ്ട്, LDF സർക്കാർ കഷ്ടപ്പെട്ട് ഉൽപ്പാദനം തുടങ്ങിയ മരച്ചീനിയിൽ നിന്നും ഉണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് മരച്ചീനി കർഷകർക്ക് ഗുണകരമല്ലേ എന്ന തമാശയാണ് അദ്ദേഹം പറയുന്നത്. ആശാ സിംഗപ്പൂർ പറയുന്നു, മുൻ സർക്കാരിനെ കുറ്റം പറഞ്ഞവർ മദ്യം ഏതായാലെന്താ, കുറഞ്ഞതായാലും വീര്യം കൂടിയതല്ലേ, മദ്യം തന്നെയല്ലേ, അത് പാലാവില്ലല്ലോ, കുടുംബം നശിപ്പിക്കുന്ന മദ്യം നിർത്തലാക്കുക എന്നാണ് പറയുന്നത്. ആ നിലയിൽ നിരവധി പ്രേക്ഷകർ ആൽഫ പറയുന്നുണ്ട്, മദ്യവിരുദ്ധ നയം സ്പോൺസർമാർ തന്നെ മുഴുക്കുടിയന്മാരാണ്, പിന്നെ എങ്ങനെ മദ്യം നിർത്തലാക്കാൻ കഴിയും? അങ്ങനെ ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നത്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ജനകീയ വിഷയങ്ങൾ അധികാരികളെ ഓർമ്മിപ്പിക്കാനുള്ള വാർത്താ നേരമാണ് പൊതുജനം കഴുതയല്ല സാർ. ഈ പരിപാടിയിൽ സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയിൽ അധികാരികൾ ഇടപെട്ട ഒരു സംഭവമാണ് ഇനി പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുജനമധ്യത്തിലേക്ക് എത്തിച്ച കോഴിക്കോട്ടെ മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിലെ അഴിമതിയാണ് ആ വാർത്ത. ആ വാർത്തയിൽ ഇടപെടലുണ്ടായിരിക്കുന്നു. അഴിമതി കേസ് പൊതുമരാമത്ത് വിജിലൻസ് അന്വേഷിക്കും എന്നതാണത്. നിർമ്മാണ കരാറിലെ വീഴ്ചയാണ് അന്വേഷിക്കുന്നത്. 24ൻ്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ്, പൊതുജനം കഴുതയല്ല സാറിൽ സംപ്രേഷണം ചെയ്ത വാർത്തയ്ക്ക് പിന്നാലെയാണ് വിഷയത്തിലെ മന്ത്രിതല ഇടപെടൽ. നോക്കാം. 24 ഇമ്പാക്റ്റ് കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അഴിമതി അന്വേഷണ ചുമതല വിജിലൻസിന്. ഒരു റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ നടന്ന തീവെട്ടിക്കൊള്ളയുടെ കഥയാണ് 24 പുറത്തു കൊണ്ടുവന്നത്.
ആ വാർത്തയിൽ അടിയന്തര ഇടപെടൽ നടത്തുകയും വിജിലൻസ് അന്വേഷണത്തിനാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. എഞ്ചിനീയർമാർ ഉൾപ്പെട്ട സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമെങ്കിൽ പോലീസിനും വിജിലൻസിനും റിപ്പോർട്ട് കൈമാറും. അതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ച പരാതിയിൽ എഞ്ചിനീയർമാരുടെ സംഘം പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസിന് റിപ്പോർട്ട് കൈമാറുന്നുണ്ട്. കെ ജയന്ത് MLA ആണ് നിർമ്മാണത്തിലെയും കരാറിലെയും വൻ അഴിമതി പുറത്തു കൊണ്ടുവന്നത്. അത് ആഭ്യന്തര വിജിലൻസ് അന്വേഷിച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പോലീസ് വിജിലൻസിലേക്ക് കൈമാറേണ്ടി വരും. അതിനകത്ത് ഒരു സംശയമില്ല. ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണം കൊണ്ട് ഇത് അവസാനിക്കില്ല. കാരണം അത് ഇതിനകത്ത് പ്രവൃത്തിക്കകത്ത് ക്രമക്കേട് കണ്ടു എന്നുള്ളതും കരാറ് കിട്ടിയതിലുള്ള ക്രമക്കേടുകളെ അന്വേഷിക്കുന്നുള്ളൂ. അത് വർക്കിനകത്തുള്ളതാണ്. പക്ഷേ പോലീസ് വിജിലൻസാണ് ഇതിനകത്ത് കുറേ കൂടി കാര്യക്ഷമമായി ചെയ്യാൻ സാധിക്കുക. അത് തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൻ്റെ തുടർച്ച എന്നോണം അത് വരും. 5 വർഷം പ്രവൃത്തി പരിചയമില്ലാത്ത ഒരു കമ്പനിക്ക് എങ്ങനെയാണ് ഒരു വലിയ പദ്ധതിയുടെ ടെൻഡർ കൊടുത്തത്? ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള അഴിമതിയുടെ കഥകൾ വലുതാണ് എന്നാണ് ഉയരുന്ന ആക്ഷേപം. 5 വർഷം പ്രവൃത്തി പരിചയമില്ലാത്ത കമ്പനിക്ക് ടെൻഡർ നൽകിയ നടപടി, ലൈസൻസ് നൽകിയതിന്റെ രേഖകൾ, കരാറുകാരന് പണം നൽകിയതിന്റെ രേഖകൾ, പണിയുടെ നിലവാരം, നിർമ്മാണം പകുതി പോലും പൂർത്തിയാക്കുന്നതിന് മുൻപ് 46.76 കോടി രൂപ നൽകിയതിലുള്ള രേഖകളടക്കം പരിശോധിക്കും. അതുമാത്രമല്ല, മലാപ്പറമ്പ് വെള്ളിമാടുകുന്ന് 2ാം ഘട്ടത്തിലെ 52 കോടി രൂപ കരാർ ടെൻഡർ ഇല്ലാതെ ഇതേ കമ്പനിക്ക് നൽകിയതും അന്വേഷണത്തിൽ വരും. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് 3 ദിവസം മുൻപ് മാത്രമാണ് മിഡ്ലാൻഡ് കമ്പനിക്ക് A ക്ലാസ് കരാർ ലൈസൻസ് അനുവദിച്ചതെന്ന് പരാതി ഉയർന്നിരുന്നു. 4 മാസം മുൻപ് മാത്രം കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിക്കാണ് നേരിട്ട് A ക്ലാസ് ലൈസൻസ് നൽകിയത്. ശൈശവ ദശയിലുള്ള ഒരു കമ്പനിക്ക് എങ്ങനെയാണ് A ക്ലാസ് ലൈസൻസ് നൽകിയത്? അറിയേണ്ടതുണ്ട്. നിർമ്മാണത്തിൽ പോലും വലിയ അഴിമതി ആരോപിക്കുന്ന ഘട്ടത്തിൽ ലൈസൻസ് നൽകിയതിന് പിന്നിലും വലിയ അഴിമതി ഉണ്ട് എന്നാണ് ഉയരുന്ന ആക്ഷേപം. വിഷ്ണു കച്ചേരിക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിലെ ആ അഴിമതിയിൽ അന്വേഷണം നടക്കാൻ പോവുകയാണ്. വിജിലൻസ് അക്കാര്യം അന്വേഷിക്കാൻ പോവുകയാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിജിലൻസ് വിഭാഗമാണ് ഇക്കാര്യം അന്വേഷിക്കുക. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോനായിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. പൊതുജനം കഴുതയല്ല സാറിൽ ഇപ്പോൾ അക്കാര്യത്തിൽ മന്ത്രിതല ഇടപെടൽ തന്നെ ഉണ്ടായിരിക്കുന്നു. ഇത്തരം ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സ്വാഗതാർഹമാണ്. അങ്ങനെ അധികാരികൾ കാണേണ്ട കാര്യങ്ങൾ, പൊതുജനം അറിയേണ്ട വിവരങ്ങൾ, ഇതൊക്കെയാണ് പൊതുജനം കഴുതയല്ല സാറിൽ സംപ്രേഷണം ചെയ്യുന്നത്. കരുതൽ വേണ്ട മനുഷ്യർക്ക് ആശ്വാസമേകാനാണ് അഭയകേന്ദ്രങ്ങൾ. ചുറ്റിലും കാണുന്ന കെയർ ഹോമുകൾ നാടിൻ്റെ കരുതലിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും അടയാളപ്പെടുത്തലാണ്. കെയർ ഹോമുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാകുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്. കൊല്ലം തെന്മലയിൽ വയോധികർക്കായി നടത്തുന്ന അഭയകേന്ദ്രത്തിൽ നിന്ന് നടത്തിപ്പുകാരൻ്റെ ക്രൂരമർദ്ദനമേറ്റ 2 വയോധികർ ഓടി രക്ഷപ്പെട്ടതോടെയാണ് സത്യം പുറം ലോകമറിഞ്ഞത്. പത്തനംതിട്ടയിലെ അഭയകേന്ദ്രത്തിൽ പാവപ്പെട്ട വീട്ടിലെ ഒരു 17-കാരനെ ജോലിയും പഠനവും വാഗ്ദാനം ചെയ്തെത്തിച്ചതും അവിടെ നടന്നതും കൊടും ക്രൂരതയാണ്. വലിയ കൊടിയ പീഡനമാണ് അവിടെ നടന്നത്. അന്വേഷിച്ചപ്പോൾ സ്ഥാപനത്തിലെ നിരവധി അന്തേവാസികൾക്കും സമാന അനുഭവമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സുരക്ഷിതമോ അഭയകേന്ദ്രങ്ങൾ? അഭയകേന്ദ്രങ്ങളുടെ മറവിൽ നടക്കുന്ന ഭയപ്പെടുത്തുന്ന ക്രൂരതകൾ കേരളം നെഞ്ചിടിപ്പോടെയാണ് കേൾക്കുന്നത്. ആരുമില്ലാത്തവർക്ക് തണലൊരുക്കേണ്ടവർ ജീവനെടുക്കുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുകുത്തികളാകുന്നത് ആരൊക്കെയാണ്? ആര് സംരക്ഷിക്കുമെന്ന ഉറപ്പിന്റെ ധൈര്യത്തിലാണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത്. കേൾവി പരിമിതിയുള്ള അനാഥക്കുട്ടിയെ കയറുകൊണ്ട് കെട്ടിയിട്ടു, കയ്യിൽ നീരും പാടുകളും. പരാതി ഉയർന്നത് തിരുവനന്തപുരം ശ്രീകാരുണ്യ മിഷൻ അഗതി മന്ദിരത്തിനെതിരെ. കുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കെട്ടിയിട്ടതെന്നാണ് അധികൃതരുടെ വിശദീകരണം. പത്തനംതിട്ട ഓമല്ലൂരിൽ ആരാധനാലയത്തിന്റെ മറവിൽ 17 വയസ്സുകാരനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ശിശുക്ഷേമ വകുപ്പ് ഇടപെട്ടു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിലെത്തി പരിശോധന നടത്തി. കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ കട്ടപ്പന പോലീസ് സ്ഥാപനത്തിലെ 3 പേർക്കെതിരെ കേസുമെടുത്തു. പുനലൂരിൽ വാർദ്ധക്യത്തിന്റെ അവസാന നാളുകളിൽ കരുതൽ തേടിയെത്തിയ 70ഉം 72ഉം വയസ്സുള്ള അമ്മമാരെ പൂട്ടിയിട്ട് മർദ്ദിച്ച് പീഡിപ്പിച്ചത് സ്ഥാപന ഉടമയാണ്. ലഹരിയുടെ ഉന്മാദത്തിൽ കണ്ടെത്തിയ ആനന്ദം. ആളും പേരുമില്ലാത്ത പ്രദേശത്ത് നടന്ന ആരും അറിയാതെ പോയ ക്രൂരത.
കോട്ടയം സ്വദേശിയായ 17-കാരനെ കട്ടിലിൽ കെട്ടിയിട്ടായിരുന്നു മർദ്ദനം. ശരീരത്തിൽ പെപ്പർ സ്പ്രേയും പ്രയോഗിച്ചു. കൈകാലുകളിലും പുറത്തും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ പിന്നീട് ശിശുക്ഷേമ സമിതി മറ്റൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. പ്രായഭേദമന്യേ ഷെൽട്ടർ ഹോമിൽ താമസിച്ചിരുന്ന എല്ലാവരെയും ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. വാർത്തകൾ ഒരു ശ്രേണി പോലെ വരികയാണ്. ഇരകൾ പലത്, സാഹചര്യങ്ങളും പലത്, ആക്രമണ രീതികളും വ്യത്യസ്തം. ഒന്നിൽ മാത്രം സാമ്യം: എല്ലാവരും ആക്രമിക്കപ്പെട്ടത് അഭയകേന്ദ്രത്തിന്റെ മറവിലാണ്. ഇവിടെ എല്ലാവരും സുരക്ഷിതരെന്ന പുറംചട്ട നൽകി ഉപദ്രവിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയായിരുന്നു അധികൃതർ എന്ന വ്യാജർ. പക്ഷെ ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്നതാണ് ഭയം ജനിപ്പിക്കുന്നത്. മനുഷ്യനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയാൽ പോലും തേടി വരാനോ അന്വേഷിക്കാനോ ആരുമില്ല എന്ന ധൈര്യമാണ് ഇത്തരക്കാർക്ക് നൽകുന്ന പ്രോത്സാഹനം. ബന്ധുക്കൾ, പൊതുപ്രവർത്തകർ, സാമൂഹ്യ സേവകർ ഒക്കെ നൽകുന്ന ലക്ഷക്കണക്കിന് രൂപയും വാങ്ങി കീശയിലാക്കിയാണ് ഈ അക്രമം എന്നതുകൂടി മറന്നുകൂടാ. ആരുമില്ലാത്തവരാണ്, അഭയം തേടുന്നവരാണ്. സംരക്ഷണം ഒരുക്കുക എന്നത് ഒരു ഔദാര്യമല്ല, അത് നമ്മുടെ കടമയാണ്. സിസ്റ്റം കണ്ണു തുറന്നിരിക്കണം. പരിശോധനകൾ കർശനമാക്കണം. അഭയകേന്ദ്രങ്ങൾ സനാഥാലയങ്ങളാകട്ടെ. കൊല്ലത്തു നിന്നും സൂര്യഗായത്രി, 24. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ഇത്തരം വാർത്തകളിൽ ഹൈക്കോടതി തന്നെ സ്വമേധയാ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. 24-ൽ സൂര്യഗായത്രിയുടെ തന്നെ റിപ്പോർട്ടായിരുന്നു തെന്മല പുനർജനി എന്ന അഭയകേന്ദ്രത്തിൽ നടന്ന ആ കൊടും പീഡനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. അതിൽ ഏതായാലും ഈ വാർത്ത ഹൈക്കോടതി ജഡ്ജിമാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച്, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും അടങ്ങിയ ബെഞ്ച് ഈ സ്വമേധയാ തന്നെ ഈ വിഷയം പരിഗണിക്കുകയുമായിരുന്നു. അങ്ങനെ ഹൈക്കോടതി ഈ അധികാര സംവിധാനങ്ങൾ നിസ്സംഗത പാലിക്കുകയാണ്, അനധികൃത സ്ഥാപനത്തെക്കുറിച്ച് പോലീസ് അറിഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുകയും സർക്കാരിനോട് അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് വിശദീകരണവും തേടിയിട്ടുണ്ട്. ഏതായാലും ആ നിലയിൽ നീതിപീഠമെങ്കിലും ഇക്കാര്യത്തിൽ കണ്ണു തുറന്നിരിക്കുകയാണ് ഇത്തരം അനീതികൾക്കെതിരെ, കൊടിയ പീഡനങ്ങൾക്കെതിരെ. നമുക്കിനി മറ്റൊരു വിശേഷത്തിലേക്ക് പോകാം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. 24 ഇമ്പാക്റ്റ്. തിരുവനന്തപുരം പാറശാലയിൽ വില്ലേജ് ഓഫീസ് അടച്ചിട്ടിട്ട് ജീവനക്കാർ മരണാനന്തര ചടങ്ങിന് പോയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. അന്വേഷണം നടത്തി നെയ്യാറ്റിൻകര തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു റിനു ശ്രീധർ. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഒരു സർക്കാർ ഓഫീസ് പൂട്ടിയിട്ട് ഒരു മരണാനന്തര ചടങ്ങിന് പോവുക. എത്രയോ ജനങ്ങളാണ് ഈ ഓഫീസുകളിലൊക്കെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോൾ അവിടെ സേവനം നൽകേണ്ട ജീവനക്കാർ അവിടെ ഇല്ലാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ ജില്ലാ കളക്ടറോട് റവന്യൂ മന്ത്രി AP അനിൽകുമാർ അടിയന്തര റിപ്പോർട്ട് തേടി. ഇക്കാര്യത്തിൽ നെയ്യാറ്റിൻകര തഹസീൽദാർ ഇതേക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശം, ജില്ലാ കളക്ടർക്ക് ഈ റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ആലപ്പുഴ നഗരസഭയിലെ മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്ന് ആക്ഷേപം. കനാലുകളിൽ മാലിന്യം നിറഞ്ഞ് ഒഴുക്കു നിലച്ച അവസ്ഥയിലാണുള്ളത്. കാലവർഷം ശക്തിപ്പെട്ടാൽ പെയ്ത്തുവെള്ളം കനാലുകളിലൂടെ ഒഴുകി കടലിലെത്താത്ത അവസ്ഥയുണ്ടാകും. ഇത് വലിയ പ്രതിസന്ധിയാകും ആലപ്പുഴ നഗരത്തിന് സമ്മാനിക്കുക. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലപ്പുഴയിലും പാളി. ആലപ്പുഴ നഗരപരിധിയിലെ വാടപ്പുഴയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. മഴവെള്ളം ഇതിലൂടെയാണ് ഒഴുകി കടലിലേക്ക് പോവേണ്ടത്. പക്ഷേ കാലവർഷം ഒരിക്കൽ കൂടി ശക്തിപ്പെട്ടാൽ മഴവെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കും എന്നുള്ള ഭീതിപ്പെടുത്തുന്ന വസ്തുതയാണ് ആലപ്പുഴക്കാർക്ക് മുന്നിലുള്ളത്. തോടുകൾ കൃത്യസമയത്ത് ക്ലീൻ ചെയ്യുക, റോഡുകളുടെ മുൻവശമുള്ള കാടുകളും മറ്റുമൊക്കെ വെട്ടിക്കളയുക, വൃത്തിഹീനമായി കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ കനാലുകളിൽ നീക്കം ചെയ്യുക. ഇതൊക്കെ ചെയ്യേണ്ട ജോലി മുനിസിപ്പാലിറ്റിയുടേതാണ്. പക്ഷേ ഈ ജോലിയെല്ലാം മറ്റാരോ ചെയ്യേണ്ടതാണെന്നുള്ള മട്ടിൽ അമ്പരന്ന് നിൽക്കുകയാണ് മുനിസിപ്പാലിറ്റി. 6 മാസമായി പുതിയ നഗരസഭ അധികാരത്തിൽ വന്നിട്ട്. ആലപ്പുഴയുടെ ജീവരേഖയായ കനാലുകൾ മാലിന്യവും പോളയും തിങ്ങി നിറഞ്ഞ ഒഴുകാതെ കിടക്കുകയാണ്. ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾക്ക് പുറമെ അജ്ഞാതർ വലിച്ചെറിയുന്ന മാലിന്യങ്ങളും കനാലുകളിലുണ്ട്. മഴക്കാലത്തിന് മുന്നേ വൃത്തിയാക്കി ഒഴുക്ക് സുഗമമാക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയുടേത്. എന്നാൽ തെരഞ്ഞെടുപ്പും പുതിയ ഭരണസമിതിയുടെ ചുമതലയേൽക്കലുമൊക്കെ മഴക്കാല പൂർവ്വ ശുദ്ധീകരണം ഇല്ലാതാക്കി. നിലവിൽ കനാലുകളുടെ അവസ്ഥ കാണുക.
പ്രധാനപ്പെട്ട വാടക്കനാൽ ഉൾപ്പെടെ എല്ലാ കനാലുകളിലും പോള തിങ്ങിയിട്ട് മത്സ്യങ്ങളൊക്കെ ചത്തുപൊങ്ങാണ്. അതുങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ഓക്സിജൻ മറ്റു കാര്യങ്ങൾ കിട്ടുന്ന സംവിധാനങ്ങളില്ല. ഇത് യഥാസമയത്ത് എടുത്തു മാറ്റാൻ കഴിയുന്ന സംവിധാനങ്ങൾ കാലാകാലങ്ങളിലുണ്ട്. ഇത് മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടതാണ്. മഴക്കാലത്ത് ചെയ്യേണ്ട പ്രവൃത്തികളുണ്ട്. ഇറിഗേഷൻ ആണെങ്കിലും അതെ, നഗരസഭയാണെങ്കിലും അതെ. നഗരസഭ അക്കാര്യത്തിനകത്ത് ഒരു നിലപാടും നല്ല നിലയിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ നഗരത്തിലേക്ക് തള്ളിക്കൊണ്ടുപോവുകയാണ്. കനാലുകൾക്കരികിലുള്ള വീടുകളിൽ കൊതുക് ശല്യം അതിരൂക്ഷം. കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ കലർന്ന വെള്ളം നഗരത്തിൽ കെട്ടിക്കിടക്കുന്നത് എലിപ്പനി, കോളറ, മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങൾ എന്നിവ പടർന്നു പിടിക്കാനും കാരണമാകും. ഇപ്പോൾ നിലവിൽ തടസ്സപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഈ വെള്ളങ്ങൾ ഇവിടെ കെട്ടിക്കിടന്ന് തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും ഇത് ശക്തമായിട്ടുള്ള രീതിയിൽ ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ആലപ്പുഴ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. കനാലുകളെയും ഹൗസ് ബോട്ടുകളെയും ആശ്രയിച്ച് നിൽക്കുന്ന ആലപ്പുഴയിലെ ടൂറിസം മേഖലയ്ക്കും മാലിന്യവാഹിയായ കനാലുകൾ തിരിച്ചടിയാണ്. കനാൽ യാത്രകളിൽ നിന്ന് വിനോദസഞ്ചാരികളെ പിന്തിരിപ്പിക്കുന്നതാണ് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും ദുർഗന്ധവും. കാലവർഷം വീണ്ടും ശക്തിപ്പെടുമെന്ന മുന്നറിയിപ്പ് എത്തിയിട്ടും നഗരസഭയ്ക്ക് അനങ്ങാപ്പാറ നയം. തോടുകളിലെ മാലിന്യം നീക്കം ചെയ്യാനായി പ്രത്യേകം വാങ്ങിയ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ആളില്ലെന്ന പേരിൽ നഗരസഭാ വളപ്പിൽ വെറുതെ കിടക്കുന്നു. മഴ ശക്തിപ്പെട്ട് കനാലുകൾ നിറഞ്ഞൊഴുകി നഗരത്തെ വെള്ളത്തിലാക്കരുതേ എന്നാണ് പൊതുജനം പറയുന്നത്. കനാലുകൾ വൃത്തിയാക്കി മഴവെള്ളം കടലിലേക്ക് എത്താൻ സുഗമമായ വഴിയൊരുക്കിയില്ലെങ്കിൽ ആലപ്പുഴ നഗരം സമാനതകളില്ലാത്ത വെള്ളപ്പൊക്കമായിരിക്കും നേരിടേണ്ടി വരിക. നഗരസഭ കണ്ണു തുറന്നേ മതിയാവൂ. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. മഴക്കാലം വരുന്നതിന് മുമ്പ് ശുചീകരിക്കേണ്ടതും വൃത്തിയാക്കേണ്ടതുമായ കനാലുകൾ, ഓടകൾ ഇതൊക്കെ മഴക്കാലം കഴിഞ്ഞിട്ടും ശുചീകരിച്ചിട്ടില്ല. മഴക്കാലം പൂർണ്ണമായി കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മഴക്കാലം ആരംഭിച്ചതിന് ശേഷവും ഇതൊന്നും പലപ്പോഴും പല സ്ഥലങ്ങളിലും അത് വൃത്തിയാക്കാതെ കിടക്കുകയാണ്. അക്കാര്യങ്ങളിലൊക്കെ അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, ആലപ്പുഴയിൽ ആലപ്പുഴ നഗരസഭയൊക്കെ അക്കാര്യത്തിൽ സത്വര നടപടി സ്വീകരിക്കേണ്ടതാണ്. ജനങ്ങളുടെ ആരോഗ്യം വളരെ പ്രധാനമാണ് എന്നത് ഓർക്കുക. ഇതോടെ പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.